മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച വാർത്ത മലപ്പുറം ജില്ലയിൽ ചില നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ കാരണമാകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ എന്തൊക്കെ നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു, ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഈ സ്ഥലങ്ങളിൽ വേണ്ടി വരുന്നു. ബിപിൻ സി വിജയൻ ഈ നിയന്ത്രണങ്ങളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ബിപിൻ സി വിജയൻ, വിവരങ്ങൾ. SKM തിരുവാലി പഞ്ചായത്തിലെ വാർഡ് 4, 5, 6, 7, മമ്പാട് പഞ്ചായത്തിലെ വാർഡ് 7 എന്നിവിടങ്ങളിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ആക്കിയിരുന്നത്. ഇവിടുത്തെ നിയന്ത്രണങ്ങളാണ് ആദ്യം പറയുന്നത്. ഇവിടെ പൊതുജനങ്ങൾ കൂടാൻ പാടുള്ളതല്ല. ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ. പാൽ, പത്രം, പച്ചക്കറി എന്നീ മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവയ്ക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. സിനിമാ തിയേറ്ററുകൾ ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. സ്കൂൾ, കോളേജുകൾ, മദ്രസ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയും ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പൊതുവായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടി ജില്ലാ കളക്ടർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇവിടെയും പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം. ഇത് മലപ്പുറം ജില്ലയിൽ പൊതുവായിട്ടുള്ളതാണ്. പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റു കൂടിച്ചേരലുകൾക്കും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണം. ഈ കല്യാണ ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കണം. കല്യാണങ്ങളിൽ പരമാവധി ആളുകളുടെ എണ്ണം കുറയ്ക്കണം. ഒപ്പം സാമൂഹിക അകലം പാലിക്കേണ്ടതുണ്ട്. പിന്നീടുമുള്ളത്, പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാൻ പാടില്ല. അവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തീർച്ചയായും ഇവിടെ സ്വീകരിക്കണം. ഒപ്പം തന്നെ പക്ഷികൾ, വവ്വാലുകൾ, മറ്റ് ജീവിജാലങ്ങൾ കടിച്ചതായിട്ടുള്ള പഴങ്ങൾ താഴെ കടത്തുകയാണെങ്കിൽ ഒരു കാരണവശാലും കഴിക്കരുത്. ഈ പച്ചക്കറിയും പഴമൊക്കെ കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. പിന്നീടുള്ളത്, പനി, ഛർദി, മറ്റ് ശാരീരിക അസ്വസ്ഥതകളെ ഒക്കെ ഉണ്ടാവുന്ന പക്ഷം ഒരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കണം. ഇത് പകരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഒരു നമ്പർ കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നു. 0483273210 ഈ നമ്പറിലേക്ക് അറിയിക്കണം എന്നുള്ളതുമാണ്. ഈ ഉത്തരവുകൾ കർശനമായി പാലിക്കണം എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി ജില്ലയിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇവിടെ ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഫീവർ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഫീവർ സർവേ. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ 10 മണി മുതൽ 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കരുത്. ഇങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ നിയന്ത്രണങ്ങൾ ഒരുപാട് ആളുകളെ ബാധിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കാര്യം ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണോ? അതെ, ഇവിടെ ആളുകൾ താമസിക്കുന്നതാണ്. പക്ഷേ ഈ 5 വാർഡുകളിൽ മാത്രമാണ് ഈ കർശനമായിട്ടുള്ള കണ്ടെയ്ൻമെന്റ് സോണുകൾ ആക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരം കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളുള്ളൂ. അത് ഈ തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലുള്ള സ്ഥലങ്ങളിലാണ്. 4 വാർഡുകളും വരുന്നത് തിരുവാലി പഞ്ചായത്തിലാണ്. അതായത് ഈ ഒരു നിപ്പ ഉണ്ടായിട്ടുള്ള പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളാണിവ. ഇവിടെയാണ് ഈ കർശന നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ മുൻകരുതലുകൾ എടുക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ്. കാരണം കൂടിച്ചേരലുകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതിന്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് ഈ 5 വാർഡുകളിൽ ഇത്തരം കർശന നിർദ്ദേശം വന്നിട്ടുള്ളൂ. മലപ്പുറം ജില്ലയിൽ പൊതുവായി മാസ്ക് ധരിക്കണം, അതുപോലെ തന്നെ കൂടിച്ചേരലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള നിർദ്ദേശങ്ങൾ. ഓക്കെ, നമുക്കിപ്പം ചേർന്ന് ബിപിൻ സി വിജയനാണ്. മലപ്പുറത്തെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ നിയന്ത്രണങ്ങൾ പുറത്തു വന്നു. ഈ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ 10 മണി മുതൽ 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സ്കൂൾ, കോളേജുകൾ, മദ്രസ, അംഗനവാടികൾ, ഇവിടെ ഈ സ്ഥാപനങ്ങളൊന്നും ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുള്ള സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ല. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ നമ്മുടെ മാസ്ക് നിർബന്ധമാക്കി. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. നിപ്പ എന്ന് പറയുന്ന രോഗം നമുക്ക് കേൾക്കുന്ന പോലെ അത്ര ഒരു സുഖമുള്ള രോഗമല്ല എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ കാഷ്വാലിറ്റി കുറച്ച് കൂടുതലാണ് താനും. അതുകൊണ്ട് എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. എന്നാൽ നമ്മൾ ആശങ്കപ്പെടാതെ ജാഗ്രതകൾ പാലിച്ച് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ. മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പടരുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങളിൽ പരമാവധി ആൾക്കൂട്ടം കുറയ്ക്കാനും നമ്മൾ ശ്രമിക്കണം. ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് ആളുകൾ പെരുമാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ ഉടനീളം മാസ്ക് നിർബന്ധമാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്.
ജയശ്രീ മനോജ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ, വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെയാണ് 1.5 സെൻറ്റിൽ ഒരു കുഞ്ഞു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ വീട് കൂടി പോയാൽ മോളെയും കുട്ടി എവിടെ പോകും എന്നറിയില്ല, ഒന്ന് സഹായിക്കുന്നതാണ് ജയശ്രീയുടെ ഒരു മെസ്സേജാണ്. ജയശ്രീ, താങ്കളുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. താങ്കൾ നമ്മുടെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് താങ്കളുടെ കാര്യങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ ഒരു വിശദമായ ഒരു കത്ത് 24ലേക്ക് അയച്ചു തരിക. താങ്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാം. താങ്കളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ബാങ്ക് ജപ്തിയാണോ അതോ വീടില്ലാത്തതാണോ? വ്യക്തമല്ല ഈ സന്ദേശത്തിൽ നിന്ന്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ നോക്കാം.